ഈ ആഴ്ച കേട്ട വാർത്ത വളരെ വേദനാജനകമാണ്. 1000 സ്വപ്നങ്ങളോടെ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി തൻ്റെ BDS പഠനത്തിൻ്റെ ആത്മഹത്യ ചെയ്തു. ഇത്തരം വാർത്തകൾ വളരെ കൂടി വരുന്നു. പ്രധാന കാരണം പറയുന്നത് ആ വിദ്യാർത്ഥിയോടുണ്ടായ പെരുമാറ്റങ്ങളിലെ അവഗണനകളാണ്. എന്തും മനുഷ്യൻ സഹിക്കും, പക്ഷേ അവഗണന വളരെ വലുതായി തോന്നിയേക്കാം. ചിലപ്പോൾ നിറത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവൻ്റെ രോഗത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ വന്ന ആരുടെയോ പാകപ്പിഴവിൻ്റെ പേരിൽ കൊലയാളിയുടെ മകൻ, മോഷ്ടാവിൻ്റെ പേരക്കുട്ടി, അല്ലെങ്കിൽ കറുത്തവൻ, അങ്ങനെ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വിശേഷണങ്ങൾ തൻ്റെ സഹപാഠിയോടോ ശിഷ്യനോടോ തൻ്റെ മക്കളോടോ ഒരാളോടും അഭിസംബോധന ചെയ്യരുത്. ഇത് ഒരു മനുഷ്യൻ്റെ ജീവൻ പോലും നശിപ്പിക്കാൻ ഏറ്റവും വലിയ കാരണമായേക്കാം. എന്ത് സംഭവിച്ചാലും അത് നേരിടാനും പ്രതിരോധിക്കാനും മനക്കരുത്ത് വിദ്യാർത്ഥികളും സഹപാഠികളും ഉണ്ടാവണം. ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പ്രശ്നങ്ങൾ മൂർജിക്കുകയല്ലാതെ പ്രശ്നത്തിന് ആശ്വാസം നൽകില്ല എന്ന് ആത്മഹത്യ ആലോചിക്കുന്നവർ തിരിച്ചറിയുന്ന നന്ന്. ഇത്യാദി കുറ്റകൃത്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളോ വാക്കുകളോ ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാവരുത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം.